ഹലോ ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ നാലാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഇന്ത്യ ടുവേർഡ്സ് ന്യൂ എറ എന്ന പാഠഭാഗത്ത് എല്ലാ ക്വസ്റ്റ്യൻ ആൻസേഴ്സും ഉണ്ട്. സോ നോട്ട്സും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ട്. പാർട്ടീഷൻ ഓഫ് ബംഗാൾ. പാർട്ടീഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വിഭജിക്കുക. ദ സീറ്റ് ഓഫ് ദ ബ്രിട്ടീഷ് ഗവൺമെന്റ് ഇൻ ഇന്ത്യ വാസ് ബംഗാൾ. അതായത് പ്രധാനമായും ബ്രിട്ടീഷ് ഗവൺമെന്റ് ബംഗാൾ കേന്ദ്രീകരിച്ചാണ് ഭരണം നടത്തിയിരുന്നത്. പീപ്പിൾ ഓഫ് ബംഗാൾ ഹാഡ് ബീൻ ലിവിങ് ലൈക്ക് ബ്രദേഴ്സ്. അപ്പോൾ ബംഗാളിലെ ജനങ്ങൾ എങ്ങനെയാണ് ജീവിച്ചിരുന്നത്? ബ്രദേഴ്സ്, സഹോദരന്മാരെ പോലെയാണ് ജീവിച്ചിരുന്നത്. ദേ ഹാഡ് ബീൻ ക്യാരിയിങ് ഔട്ട് വേരിയസ് ആക്ടിവിറ്റീസ് അഗെയിൻസ്റ്റ് ദ പോളിസീസ് ഓഫ് ബ്രിട്ടീഷ് ഗവൺമെന്റ്. അപ്പോൾ ഇവര് എല്ലാവരും ഒരുമിച്ചായതുകൊണ്ട് തന്നെ അവരെന്ത് ചെയ്യുന്നുണ്ടായിരുന്നു? ഗവൺമെന്റിന്റെ പോളിസികൾക്കെതിരായിട്ട് കുറേയധികം പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ടായിരുന്നു. ഇൻ 1904 ദ സെക്രട്ടറി ഓഫ് ഹോം അഫയേഴ്സ് റിസ്ലെ ഒബ്സർവ്ഡ് ബംഗാൾ യുണൈറ്റഡ് ഈസ് പവർ, ബംഗാൾ ഡിവൈഡഡ് will pull several different ways. One of our main objective is to split up and thereby weaken a solid body of opponents to our rule. 1904 ഹോം അഫയേഴ്സിന്റെ സെക്രട്ടറി ആയിരുന്ന റിസ്ലെ നിരീക്ഷിച്ചത് ഇങ്ങനെയാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ബംഗാൾ എന്ന് പറയുന്ന ഒരുമിച്ച് നിൽക്കുന്ന ഒരു ശക്തിയാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ബംഗാളിനെ ഡിവൈഡ് ചെയ്യണം. ഡിവൈഡ് ചെയ്യുമ്പോഴാണ് അവരെ വീക്കൻ ചെയ്യാൻ പറ്റുക, അതായത് അവരെ തളർത്താൻ കഴിയുന്നത്. ബ്രിട്ടീഷ് ഒഫീഷ്യൽസ് ട്രീറ്റഡ് ബംഗാൾ ആസ് എ ഗ്രോയിങ് പവർ അഗെയിൻസ്റ്റ് ദ ബ്രിട്ടീഷ് റൂൾ. അപ്പോൾ ബ്രിട്ടീഷ് ഒഫീഷ്യൽസ്, ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്മാർ ബംഗാളിനെ എങ്ങനെയാണ് നോക്കിക്കണ്ടത്? ബ്രിട്ടീഷ് റൂളിന് എതിരായിട്ടുള്ള ഒരു വളർന്നു വരുന്ന ശക്തിയായിട്ടാണ് ബ്രിട്ടീഷുകാർ ബംഗാളിനെ നോക്കിയത്. ഇൻ ദിസ് ബാക്ക്ഗ്രൗണ്ട് ദ വൈസ്രോയി ലോർഡ് കേഴ്സൺ ഡിവൈഡഡ് ബംഗാൾ ഇൻ 1905. അപ്പോൾ ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ വൈസ്രോയി ആയിരുന്ന കേഴ്സൺ പ്രഭു എന്താ ചെയ്തത്? 1905 ബംഗാളിനെ വിഭജിച്ചു. ഇതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം. ദ സീറ്റ് ഓഫ് ബ്രിട്ടീഷ് ഗവൺമെന്റ് ഇൻ ഇന്ത്യ വാസ്. എവിടെയായിരുന്നു ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ പ്രധാന കേന്ദ്രം? ബംഗാളായിരുന്നു. വാട്ട് വാസ് ദ ഒബ്സർവേഷൻസ് ഓഫ് റിസ്ലെ അബൌട്ട് ദ യൂണിറ്റി ഓഫ് ബംഗാൾ. അതായത് ബംഗാളിലെ യൂണിറ്റിനെ കുറിച്ചിട്ടുള്ള റിസ്ലെയുടെ നിരീക്ഷണം എന്തായിരുന്നു? ഇൻ 1904 ദ സെക്രട്ടറി ഓഫ് ഹോം അഫയേഴ്സ് റിസ്ലെ ഒബ്സർവ്ഡ് ബംഗാൾ യുണൈറ്റഡ് ഈസ് പവർ, ബംഗാൾ ഡിവൈഡഡ് വിൽ പുൾ സെവറൽ ഡിഫറെന്റ് വേസ്. വൺ ഓഫ് അവർ മെയിൻ ഒബ്ജക്റ്റീവ് ഈസ് ടു സ്പ്ലിറ്റ് അപ്പ് ആൻഡ് ദെയർബൈ വീക്കൺ എ സോളിഡ് ബോഡി ഓഫ് ഒപ്പോണൻസ് ടു അവർ റൂൾ. ഇത് റിസ്ലെയുടെ ഒബ്സർവേഷൻ ആണ്. റിസ്ലെയുടെ വാക്കുകൾ ആയതുകൊണ്ടാണ് ഡബിൾ കോട്ട്സിൽ ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, സോ ഇതാണ് റിസ്ലെ ഒബ്സർവ് ചെയ്തത്. ഹു ഡിവൈഡഡ് ബംഗാൾ ആൻഡ് വെൻ. ആരാണ് ബംഗാളിനെ വിഭജിച്ചത്? എപ്പോഴാണ്? വൈസ്രോയി ലോർഡ് കേഴ്സൺ ഡിവൈഡഡ് ബംഗാൾ ഇൻ 1905. ഇനി ഇവിടെ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്, അത് നോക്കിയിട്ട് വരാം. വാട്ട് വർ ദ ഫാക്ടേഴ്സ് ദാറ്റ് ലെഡ് ദ ബ്രിട്ടീഷ് ടു ഡിവൈഡ് ബംഗാൾ. ബംഗാളിനെ വിഭജിക്കാനായി കാരണമായ ഫാക്ടേഴ്സ് എന്തൊക്കെയായിരുന്നു? നമുക്ക് നോക്കാം. ദ സീറ്റ് ഓഫ് ദ ബ്രിട്ടീഷ് ഗവൺമെന്റ് ഇൻ ഇന്ത്യ വാസ് ബംഗാൾ. അതായത് ഭരണം എല്ലാം കേന്ദ്രീകരിച്ചിരുന്നത് ബംഗാളിലായിരുന്നു. പീപ്പിൾ ഓഫ് ബംഗാൾ ഹാഡ് സെൻസ് ഓഫ് യൂണിറ്റി. അവർക്കൊരു ഏകത്വം ഉണ്ടായിരുന്നു ബംഗാളിലെ ജനങ്ങൾക്ക്. ദേ ഹാഡ് ബീൻ ക്യാരിയിങ് ഔട്ട് വേരിയസ് ആക്ടിവിറ്റീസ് അഗെയിൻസ്റ്റ് ദ പോളിസീസ് ഓഫ് ദ ബ്രിട്ടീഷ് ഗവൺമെന്റ്. ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ പോളിസീസിനെതിരായിട്ട് കുറേയധികം ആക്ടിവിറ്റീസ് ചെയ്യുന്നുണ്ടായിരുന്നു. ദ ബ്രിട്ടീഷ് ഒഫീഷ്യൽസ് ട്രീറ്റഡ് ബംഗാൾ ആസ് എ ഗ്രോയിങ് പവർ അഗെയിൻസ്റ്റ് ദ ബ്രിട്ടീഷ് റൂൾ. അപ്പോൾ ബ്രിട്ടീഷ് റൂളിനെതിരായി വളർന്നു വരുന്ന ഒരു ശക്തിയായാണ് ബംഗാളിനെ ബ്രിട്ടീഷ് ഒഫീഷ്യൽസ് ട്രീറ്റ് ചെയ്തിരുന്നത്. ഇവിടെ എന്താണെന്ന് നോക്കാം. ഇവിടെ ഒരു ബംഗാൾ ഡിവൈഡ് ചെയ്തതിന് ശേഷമുള്ള മാപ്പാണ് കൊടുത്തിരിക്കുന്നത്. നാഷണൽ ഡെയിലീസ്, പോയറ്റ്സ് ആൻഡ് സോഷ്യൽ ലീഡേഴ്സ് സ്ട്രോങ്ലി ഒപ്പോസ്ഡ് ദ പാർട്ടീഷൻ. നാഷണൽ ഡെയിലീസ് അതായത് പത്രങ്ങളും അതുപോലെ പോയറ്റ്സ് കവികളും അതുപോലെ സോഷ്യൽ ലീഡേഴ്സ് സാമൂഹ്യ പ്രവർത്തകരും പാർട്ടീഷൻ ഈ വിഭജനത്തെ സ്ട്രോങ് ആയിട്ട് എതിർത്തിരുന്നു, ഒപ്പോസ് ചെയ്തിരുന്നു. ദ ഗ്രേറ്റ് പോയറ്റ് രവീന്ദ്രനാഥ് ടാഗോർ മെയ്ഡ് ഹിസ് സ്റ്റാൻഡ് ഓൺ ദ പാർട്ടീഷൻ എക്സ്പ്ലിസിറ്റ്. അപ്പോൾ രവീന്ദ്രനാഥ് ടാഗോർ എക്സ്പ്ലിസിറ്റ് ആയിട്ട് പാർട്ടീഷനെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ എതിർപ്പ് ഇങ്ങനെയാണ് അറിയിച്ചത്. ദ ഈസ്റ്റ് ആൻഡ് വെസ്റ്റ് ബംഗാൾ ആർ ദ ടു ചാമ്പേഴ്സ് ഓഫ് ദ സെയിം ഹാർട്ട് വിച്ച് ഈസ് മെയ്ഡ് ഫെർട്ടൈൽ ബൈ ദ ഗംഗ ആൻഡ് ദ ബ്രഹ്മപുത്ര. അപ്പോൾ ഈസ്റ്റ് ആൻഡ് വെസ്റ്റ് ബംഗാൾ എന്ന് പറയുന്നത് ഹൃദയത്തിലെ രണ്ട് അറകൾ പോലെയാണ്. അത് ഫെർട്ടൈൽ ആവുന്നത് ഗംഗയിലെയും ബ്രഹ്മപുത്രയിലൂടെയുമാണ്. ഇറ്റ് ഈസ് ദ വാം ബ്ലഡ് ഒറിജിനേറ്റിംഗ് ഫ്രം ദീസ് വെസൽ ദാറ്റ് ഫ്ലോസ് ത്രൂ ദ ആർട്ടറീസ് ഓഫ് ദ ബംഗാളീസ്. അപ്പോൾ ഇവിടെ നിന്ന് ഉത്ഭവിക്കുന്ന വാം ബ്ലഡ് ആണ്, ചുടുരക്തമാണ് ബംഗാളീസിന്റെ ആർട്ടറീസിലൂടെ ഒഴുകുന്നത് എന്നാണ് പറഞ്ഞത്. മേക്ക് എ പോസ്റ്റർ അഗെയിൻസ്റ്റ് ദ പാർട്ടീഷൻ ഓഫ് ബംഗാൾ. നമുക്ക് പോസ്റ്റർ ഉണ്ടാക്കണം, പിന്നെ ഇതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസും നോക്കണം.
ആദ്യം നമുക്ക് പോസ്റ്റർ ഉണ്ടാക്കാം. സോ നമുക്കൊരു സ്ക്വയർ കൊടുക്കാം, പിന്നെ ഒരു ഹെഡിങ് കൊടുക്കണം. നമുക്ക് എഴുതാം ബംഗാളീസ് അവേഴ്സ് എന്ന് കൊടുക്കാം. ഇനി ഇവിടെ നമുക്ക് രവീന്ദ്രനാഥ ടാഗോറിന്റെ വേർഡ്സ് ആണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സ്ലോഗൻ ഉണ്ടെങ്കിൽ അത് കൊടുക്കാവുന്നതാണ്. ഈസ്റ്റ് ആൻഡ് വെസ്റ്റ് ബംഗാൾ ആർ ദ ടു ചാമ്പേഴ്സ് ഓഫ് ദ സെയിം ഹാർട്ട്. ഇറ്റ് ഈസ് ദ വാം ബ്ലഡ് ഒറിജിനേറ്റിംഗ് ഫ്രം ദീസ് വെസൽസ് ദാറ്റ് ഫ്ലോ ത്രൂ ദ ആർട്ടറീസ് ഓഫ് ദ ബംഗാളീസ്. രവീന്ദ്രനാഥ ടാഗോർ പറഞ്ഞ വാക്കുകളാണിത്. ഇനി നിങ്ങൾക്ക് ഇവിടെ ഒരു പിക്ചർ ആഡ് ചെയ്യണം. പോസ്റ്റർ എന്ന് പറയുമ്പോൾ പിക്ചേഴ്സിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. സോ ബംഗാൾ പാർട്ടീഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള നിങ്ങൾക്ക് വരയ്ക്കാൻ പറ്റുന്ന എന്തെങ്കിലും പിക്ചർ വരച്ച് വെക്കുക. അത് ഞാനിവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. ലാസ്റ്റ് ഒരു സെന്റൻസ് കൊടുക്കാം, വിഡ്രോ ബംഗാൾ പാർട്ടീഷൻ. ബംഗാൾ പാർട്ടീഷൻ പിൻവലിക്കുക. സോ ഇവിടെ നിങ്ങൾ എന്തായാലും എന്തെങ്കിലും ഒരു പിക്ചർ ആഡ് ചെയ്യണം. നമുക്ക് ആ ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം. Who were opposed the idea of partition of Bengal? ഇപ്പോൾ ബംഗാൾ വിഭജനത്തെ എതിർത്തിരുന്നത് ആരൊക്കെയായിരുന്നു? നാഷണൽ ഡെയിലീസ് പത്രങ്ങളും അതുപോലെ പോയറ്റ്സ് ആൻഡ് സോഷ്യൽ ലീഡേഴ്സ് കവികളും അതുപോലെ സോഷ്യൽ ലീഡേഴ്സ് സാമൂഹ്യ പ്രവർത്തകരുമാണ് എതിർത്തിരുന്നത്. ഹൂ സ്റ്റേറ്റഡ് ദിസ്? ഇപ്പൊ നമ്മൾ രവീന്ദ്രനാഥ ടാഗോർ വാക്കുകൾ ശ്രദ്ധിച്ചില്ലേ, അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ആരാണ് ഇത് പറഞ്ഞത്? ദ ഗ്രേറ്റ് പോയറ്റ് രവീന്ദ്രനാഥ ടാഗോർ. ബംഗാൾ ബേൺസ്. ദ അജിറ്റേഷൻസ് അഗെയിൻസ്റ്റ് ദ പാർട്ടീഷൻ സ്റ്റിർഡ് ബംഗാൾ. അതായത് ബംഗാൾ പാർട്ടീഷന് എതിരെയുള്ള പ്രക്ഷോഭങ്ങൾ വളരെയധികം ശക്തമായിരുന്നു. അങ്ങനെ ബംഗാളിനെ തന്നെ ഇളക്കി മറിച്ചു. സ്റ്റിർഡ് എന്ന് പറഞ്ഞാൽ ഇളക്കി മറിച്ചു. ഹൗ ഡിഡ് ദ പീപ്പിൾ ഓഫ് ബംഗാൾ പ്രൊട്ടസ്റ്റ് അഗെയിൻസ്റ്റ് ദ പാർട്ടീഷൻ? അപ്പോൾ ബംഗാളിലുള്ള ജനങ്ങൾ എങ്ങനെയാണ് ഈ വിഭജനത്തിനെതിരെ പാർട്ടീഷനെതിരെയാണ് പ്രതിഷേധിച്ചത് എന്നാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഓർഗനൈസ്ഡ് പ്രൊട്ടസ്റ്റ് മീറ്റിംഗ്സ്, അതായത് പ്രതിഷേധങ്ങളുടെ സംഘടനകൾ രൂപീകരിച്ചു. പിക്കറ്റഡ് ഷോപ്സ് ദാറ്റ് സോൾഡ് ഫോറിൻ ഗുഡ്സ്, അതായത് വിദേശ വസ്തുക്കൾ വിൽക്കുന്ന കടകളെ നിരോധിച്ചു. അതുപോലെ ബേൺഡ് ഫോറിൻ ക്ലോത്ത്സ്, വിദേശ വസ്ത്രങ്ങളെ കത്തിച്ചു. പ്രൊമോട്ടഡ് ദ യൂസ് ഓഫ് ഇന്ത്യൻ പ്രൊഡക്ട്സ്, ഇന്ത്യയിൽ ഉണ്ടാക്കുന്ന പ്രൊഡക്ട്സ് ഉപയോഗിക്കാനായിട്ട് പറഞ്ഞു. ഓർഗനൈസ്ഡ് മാർച്ചസ് ആൻഡ് പബ്ലിക് മീറ്റിംഗ്സ് അഗെയിൻസ്റ്റ് ദ ബ്രിട്ടീഷ്. അപ്പോൾ ബ്രിട്ടീഷുകാർക്കെതിരെ മാർച്ചസ് ഓർഗനൈസ് ചെയ്തു. അതുപോലെ പബ്ലിക് മീറ്റിംഗ്സ് പൊതുയോഗങ്ങളും നടത്തിയിരുന്നു. Considering the intensity of the agitations, the British government was compelled to withdraw the partition. അതായത് ഈ ഇന്റൻസിറ്റി, ഇവരുടെ സമരത്തിന്റെ തീവ്രത കൺസിഡർ ചെയ്തിട്ട് ബ്രിട്ടീഷ് ഗവൺമെന്റ് ബംഗാൾ പാർട്ടീഷൻ പിൻവലിച്ചു. How did the people of Bengal protest against the partition? എങ്ങനെയായിരുന്നു പ്രൊട്ടസ്റ്റ് ചെയ്തത്? ഓർഗനൈസ്ഡ് പ്രൊട്ടസ്റ്റ് മീറ്റിംഗ്സ്, picketed shops that sold foreign goods, burned foreign clothes, promoted the use of Indian products, organized marches and public meetings against the British. Next നോക്കാം. In what ways the agitations against the partition of Bengal different from the protest of moderate phase? അതായത് നമ്മൾ ആദ്യം കണ്ടത് മോഡറേറ്റ് ഫേസിന്റെ ആയിരുന്നു, അവരും ബ്രിട്ടീഷുകാർക്കെതിരെ നിഷേധിച്ചിട്ടുണ്ട്. അതുപോലെ ഇപ്പൊ കണ്ട ബംഗാൾ പാർട്ടീഷനെതിരെയും കുറേയധികം പ്രക്ഷോഭങ്ങൾ വന്നിട്ടുണ്ട്. അപ്പൊ ഇത് രണ്ടും തമ്മിൽ എങ്ങനെയാണ് വ്യത്യാസപ്പെടുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം. മോഡറേറ്റ് നാഷണലിസത്തിൽ ലീഡേഴ്സ് എന്ന് പറയുന്നത് ഇംഗ്ലീഷ് എഡ്യൂക്കേറ്റഡ് ആയിരുന്നു. പിന്നെ അവർ എന്താണ് ചെയ്തിരുന്നത്? കോമൺ പ്രോബ്ലംസിനെ, ഡിമാൻഡ്സ്, അവരുടെ ആവശ്യങ്ങളെയും ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ നോട്ടീസിലേക്ക്, ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നത് എങ്ങനെയാണ്? ബൈ മീൻസ് ഓഫ് പെറ്റീഷൻസ്, റെസൊല്യൂഷൻസ് ആൻഡ് പ്രൊട്ടസ്റ്റ്. അതായത് പെറ്റീഷൻസ് പരാതികളിലൂടെയും നിവേദനങ്ങളിലൂടെയും അല്ലെങ്കിൽ പ്രമേയങ്ങളിലൂടെയും അതുപോലെ പ്രതിഷേധങ്ങളിലൂടെയുമാണ് കൊണ്ടുവന്നത്. ഫോർച്ചുനേറ്റ്ലി ദ ബ്രിട്ടീഷ് ഓഫീസേഴ്സ് ഡിഡ് നോട്ട് പ്രോപ്പർലി കൺസിഡേർഡ് ദം. പക്ഷെ നിർഭാഗ്യവശാൽ ബ്രിട്ടീഷുകാർ ഇതൊന്നും കൺസിഡർ ചെയ്തില്ല. അപ്പോൾ ഇവരുടെ വഴി എന്ന് പറയുന്ന ഒരു സമാധാനപരമായ രീതിയിലായിരുന്നു. അതായത് കംപ്ലൈൻറ്റ്സ് കൊടുക്കുക, അവരുടെ ആവശ്യങ്ങൾ പറയുക, അങ്ങനെയുള്ള ഒരു സമാധാനപരമായ രീതിയിലായിരുന്നു. എന്നാൽ അജിറ്റേഷൻസ് അഗെയിൻസ്റ്റ് ദ പാർട്ടീഷൻ ഓഫ് ബംഗാൾ വാസ് ടോട്ടലി ഡിഫറെന്റ് ഫ്രം ദ പ്രൊട്ടസ്റ്റ് ഓഫ് മോഡറേറ്റ് ഫേസ്. അല്ലേ, മോഡറേറ്റ് ഫേസിനേക്കാളും വളരെ ഡിഫറെന്റ് ആയിരുന്നു ബംഗാൾ പാർട്ടീഷനെതിരെയുള്ള പ്രക്ഷോഭങ്ങൾ എന്ന് പറയുന്നത്, അജിറ്റേഷൻസ് എന്ന് പറയുന്നത്. ഓർഗനൈസ്ഡ് പ്രൊട്ടസ്റ്റ് മീറ്റിംഗ്സ്, picketed shops that sold foreign goods and foreign clothes, promoted the use of Indian products and organized marches and public meetings against the British. ഇപ്പോൾ നമ്മൾ നേരത്തെ കണ്ട പോയിന്റ്സ് ആണ് ഇതൊക്കെ. സോ ഇങ്ങനെയൊക്കെയാണ് അവർ ബംഗാൾ പാർട്ടീഷനെതിരെ പ്രതിഷേധിച്ചത്. These were totally different from the protest of moderate phase. മോഡറേറ്റ് ഫേസിലെ പ്രൊട്ടസ്റ്റിൽ നിന്നും വളരെ ഡിഫറെന്റ് ആണ്. കാരണം എന്താ? ഇത് കുറച്ചുകൂടെ ഇന്റൻസീവ് ആണ്. രാജ് ഈസ് മൈ ബർത്ത് റൈറ്റ്. The period of agitations followed by the partition of Bengal brought a new
turn in the national movement and it was known as the period of extreme nationalism. ബംഗാൾ വിഭജനത്തെ തുടർന്ന് കുറേയധികം അജിറ്റേഷൻസ് പ്രക്ഷോഭങ്ങൾ ഉണ്ടായി. അപ്പോൾ ഒരു പുതിയ ടേൺ ആണിത്, ഒരു വഴിത്തിരിവാണിത് നാഷണൽ മൂവ്മെന്റിന്റെ. അപ്പോൾ അതിനെയാണ് എന്ത് പറയുന്നത്, പീരിയഡ് ഓഫ് എക്സ്ട്രീം നാഷണലിസം എന്ന് പറയുന്നത്. കാരണം എന്താണ്, ബംഗാൾ വിഭജനത്തിന് ശേഷം ഉണ്ടായ പ്രക്ഷോഭങ്ങളൊക്കെ വളരെ ഇന്റൻസീവ് ആയിരുന്നു, തീവ്രമായിട്ടുള്ളതായിരുന്നു. അതുകൊണ്ടാണ് ഈ പീരിയഡിനെ നമ്മൾ എക്സ്ട്രീം നാഷണലിസം എന്ന് പറയുന്നത്. The main leaders of this phase were Bal Gangadhar Tilak, Bipin Chandrapal and Lala Lajpat Rai. ആയിരുന്നു പ്രധാന നേതാക്കന്മാർ. They were jointly known as ലാൽ ബാൽ പാൽ. അപ്പൊ അവർ ഒരുമിച്ച് എന്താണ് അറിയപ്പെട്ടിരുന്നത്, ലാൽ ബാൽ പാൽ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. The activities of these leaders won country-wide attention and inspired the mass. അപ്പോൾ ഇവരുടെ ആക്ടിവിറ്റീസ്, ഈ ലീഡേഴ്സിന്റെ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് ലോകം മുഴുവൻ ശ്രദ്ധയും നേടി, അതുപോലെ അവരെയൊക്കെ ഇൻസ്പയർ ചെയ്യാനും കഴിഞ്ഞു. ബാൽ ഗംഗാധർ തിലക് വാസ് ദ ചീഫ് സ്പോക്സ്മാൻ ഓഫ് ദ എക്സ്ട്രീം നാഷണലിസം. അപ്പൊ ചീഫ് സ്പോക്സ്മാൻ, അതായത് മുഖ്യ വക്താവ് ആരായിരുന്നു, ബാൽ ഗംഗാധർ തിലക് ആയിരുന്നു. ഹി വാസ് റിവേർഡ് ആസ് ലോകമാന്യ, അതായത് അദ്ദേഹത്തെ ജനങ്ങൾ ആദരവോടെ എങ്ങനെയാണ് വിളിച്ചത്, ലോകമാന്യ എന്നാണ് വിളിച്ചത്. 2 newspapers he started were മറാത്ത ആൻഡ് കേസരി. അപ്പൊ ഇദ്ദേഹം തുടങ്ങിയ 2 newspapers ആണ് മറാത്ത ആൻഡ് കേസരി. He made the famous slogan സ്വരാജ് ഈസ് മൈ ബർത്ത് റൈറ്റ് ആൻഡ് ഐ മസ്റ്റ് ഹാവ് ഇറ്റ്. ഇതിന്റെ പ്രസിദ്ധമായ സ്ലോഗൻ ആണ് ഇത്. സ്വരാജ് എന്ന് പറയുന്നത് എൻ്റെ ജന്മാവകാശമാണ്, ഞാൻ അത് നേടുക തന്നെ ചെയ്യും. ഐ മസ്റ്റ് ഹാവ് ഇറ്റ് എന്നാണ് പറയുന്നത്. ഇതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം. വാട്ട് ഈസ് നോൺ ആസ് ദ പീരിയഡ് ഓഫ് എക്സ്ട്രീം നാഷണലിസം? The period of agitations followed by the partition of Bengal brought a new turn in national movement and it is known as the period of extreme nationalism. Who were the main leaders of extreme nationalism? Extreme nationalismത്തിലെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ ആരൊക്കെയായിരുന്നു? ബാൽ ഗംഗാധർ തിലക്, ബിപിൻ ചന്ദ്രപാൽ ആൻഡ് ലാല ലജ്പത് റായ് തുടങ്ങിയവരായിരുന്നു. Who were jointly known as ലാൽ ബാൽ പാൽ. ഇങ്ങനെ അറിയപ്പെട്ടത് ആരാണ്? ഇത് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ലാൽ ബാൽ പാൽ എന്ന് ഒരുമിച്ച് അറിയപ്പെട്ടിരുന്നത് ആരാണ്? ബാൽ ഗംഗാധർ തിലക്, ബിപിൻ ചന്ദ്രപാൽ ആൻഡ് ലാല ലജ്പത് റായ് തുടങ്ങിയവരാണ്. Who was the chief spokesman of the extreme nationalism? ആരായിരുന്നു? ബാൽ ഗംഗാധർ തിലക് ആയിരുന്നു. Who was popularly known as ലോകമാന്യ. ലോകമാന്യ എന്ന ആരായിരുന്നു അറിയപ്പെട്ടിരുന്നത്? ബാലഗംഗാധർ തിലക് ആയിരുന്നു. വാട്ട് ആർ ദ 2 newspapers സ്റ്റാർട്ടഡ് ബൈ ബാലഗംഗാധർ തിലക്? അദ്ദേഹം തുടങ്ങിയ 2 newspapers ഏതൊക്കെയായിരുന്നു? മറാത്ത ആൻഡ് കേസരി. Then what was the slogan of ബാലഗംഗാധർ തിലക്? എന്തായിരുന്നു അദ്ദേഹത്തിന്റെ സ്ലോഗൻ? സ്വരാജ് ഈസ് മൈ ബർത്ത് റൈറ്റ് ആൻഡ് ഐ മസ്റ്റ് ഹാവ് ഇറ്റ്. ഇതായിരുന്നു അദ്ദേഹത്തിന്റെ സ്ലോഗൻ. മോഡറേറ്റ് ലീഡേഴ്സ്, എക്സ്ട്രീമിസ്റ്റ് ലീഡേഴ്സ്, നമുക്ക് ടേബിൾ ഫില്ല് ചെയ്യണം. ഗോപാലകൃഷ്ണ ഗോഖലെ. വേറെ ആരൊക്കെയായിരുന്നു മോഡറേറ്റ് ലീഡേഴ്സ്? അദറുദ്ദീൻ ത്വയ്ബ്ജി, ദാദാബായി നവറോജി, ഫിറോസ് ഷാ മേത്ത തുടങ്ങിയവരായിരുന്നു. ഇനി എക്സ്ട്രീമിസ്റ്റ് ലീഡേഴ്സ് ബാൽ ഗംഗാധർ തിലക്, ബിപിൻ ചന്ദ്രപാൽ, ലാല ലജ്പത് റായ് തുടങ്ങിയവരായിരുന്നു. മോഡറേറ്റ്സിന്റെയും എക്സ്ട്രീമിസ്റ്റിന്റെയും സ്ട്രാറ്റജീസ് കമ്പയർ ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഓരോ ഹെഡിങ് എഴുതിയിട്ട് അതിന്റെ താഴെ പോയിന്റ്സ് ആയിട്ട് എഴുതിയാലും മതി, അല്ലെങ്കിൽ ഇങ്ങനെ ടേബിൾ ആയിട്ട് എഴുതിയാലും മതി. ഓക്കെ, സോ ഫസ്റ്റ് ആക്ടിവിറ്റീസ് ഓഫ് മോഡറേറ്റ്സ്. മോഡറേറ്റ്സിന്റെ ആക്ടിവിറ്റീസ് നോക്കാം. Their policy was to bring the common problems and demands to the notice of the British government by means of petitions, resolutions and protest. അപ്പോൾ ഈ പരാതികളും പ്രമേയങ്ങൾ വഴിയെല്ലാം പ്രതിഷേധങ്ങൾ വഴിയുമെല്ലാം കോമൺ പ്രോബ്ലംസ് ബ്രിട്ടീഷുകാരുടെ നോട്ടീസിൽ കൊണ്ടുവരിക എന്നതായിരുന്നു അവർ ചെയ്ത ആക്ടിവിറ്റി. ലീഡേഴ്സ് സ്റ്റഡീഡ് ദ റൂട്ട് കോസ് ഓഫ് ദ പോവർട്ടി ഇൻ ബ്രിട്ടീഷ് ഇന്ത്യ. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ദാരിദ്ര്യത്തിന്റെ പ്രധാന കാരണം പഠിച്ചു. ഡ്രെയിൻ തിയറി ഈസ് ദ മേജർ കോൺട്രിബ്യൂഷൻ ഓഫ് ദാദാബായ് നവറോജി. അല്ലെ, നമ്മൾ ഡ്രെയിൻ തിയറിനെ കുറിച്ച് പഠിച്ചില്ലേ? അപ്പൊ അത് ദാദാബായ് നവറോജിയുടെ ഒരു പ്രധാനപ്പെട്ട സംഭാവനയായിരുന്നു. എക്സ്ട്രീമിസ്റ്റിന്റെ ആക്ടിവിറ്റീസിൽ ഒന്നാണ് ദേ പ്രൊട്ടസ്റ്റഡ് ഇന്റൻസീവ്ലി അഗെയിൻസ്റ്റ് പാർട്ടീഷൻ ഓഫ് ബംഗാൾ. ബംഗാൾ വിഭജനത്തിനെതിരെ വെറുതെ പ്രൊട്ടസ്റ്റ് ചെയ്യല്ല ചെയ്ത്, ഇന്റൻസീവ്ലി തീവ്രമായി പ്രൊട്ടസ്റ്റ് ചെയ്തു. ഇതാണ് മെയിൻ ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇവിടെ പരാതികളിലൂടെ മാത്രമാണ് ബ്രിട്ടീഷുകാരോട് അവരുടെ പ്രോബ്ലംസും ആവശ്യങ്ങളും ബ്രിട്ടീഷുകാരുടെ ശ്രദ്ധയിൽ കൊണ്ടുപോയിരുന്നത്. എന്നാൽ ഇവിടെയോ ബംഗാൾ വിഭജനത്തിന് ശേഷം വളരെ ഇന്റൻസീവ്ലി തീവ്രമായിട്ട് തന്നെ പ്രൊട്ടസ്റ്റുകൾ നടത്തിയിട്ടുണ്ട്.
The two newspapers started by Bal Gangadhar Tilak were Maratha and കേസരി. ഇതാണ് ബാലഗംഗാധർ തിലക് തുടങ്ങിയ രണ്ട് ന്യൂസ് പേപ്പേഴ്സ്. അതിലൂടെ അവരുടെ ആശയങ്ങളൊക്കെ എല്ലാവരിലേക്കും എത്തിക്കാൻ കഴിഞ്ഞു. Swaraj is my birthright and I must have it is the famous slogan of Bal Gangadhar Tilak. അപ്പോൾ ഇദ്ദേഹത്തിന്റെ ഫേമസ് ആയിട്ടുള്ള സ്ലോഗൻ ആണ് സ്വരാജ് ഈസ് മൈ birthright and I must have it. സോ ഇത്രയാണ് ഇതിൽ എഴുതാനുള്ളത്. The All India Muslim League was formed by Aga Khan and Nawab Salimullah Khan in Dhaka in 1906 during the movement against the partition of Bengal. അപ്പോൾ ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ് ഫോം ചെയ്തത് ആരൊക്കെ കൂടിയിട്ടാണ്? അഗാ ഖാനും നവാബ് സലീമുള്ള ഖാനും ചേർന്നിട്ടാണ്. എവിടെ വെച്ചായിരുന്നു? ധാക്കയിൽ വെച്ച് 1906 ബംഗാൾ പാർട്ടീഷനെതിരെയുള്ള മൂവ്മെന്റുകൾ നടക്കുന്ന സമയത്തായിരുന്നു. സൂററ്റ് സ്പ്ലിറ്റ്. The national movement became stronger with the agitations against the partition of Bengal. ബംഗാൾ പാർട്ടീഷനെതിരെയായിട്ടുള്ള പ്രക്ഷോഭങ്ങളൊക്കെ സ്ട്രോങ് ആയിട്ട് വരികയാണ്. In this period, there was growing difference of opinion between the moderates and the extremists. അതായത് ഈ സമയത്ത് ഇതിൽ കുറേ പേരുണ്ടായിരുന്നു, എക്സ്ട്രീമിസ്റ്റ് ആയിട്ടും കുറേ പേരുണ്ടായിരുന്നു. ഈ രണ്ട് ആൾക്കാരുടെയും ഇടയിൽ എന്ത് വന്നു? ഒപ്പീനിയനിൽ ഡിഫറൻസ് വന്നു, അഭിപ്രായ വ്യത്യാസം വന്നു. ഇറ്റ് ലെഡ് ടു ദ സ്പ്ലിറ്റ് ഇൻ ദ കോൺഗ്രസ് അറ്റ് ഇറ്റ്സ് ഓൾ ഇന്ത്യ സെഷൻ സൂററ്റ് ഇൻ 1907. അപ്പം ഇങ്ങനെ അവർക്കൊരു അഭിപ്രായ വ്യത്യാസങ്ങൾ, ഒപ്പീനിയനിൽ ഡിഫറൻസ് വന്നപ്പോൾ അതെന്തിന് കാരണമായി? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സ്പ്ലിറ്റ്, അതായത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രണ്ടായി എന്നതിനുള്ള കാരണമായി. എവിടെ വെച്ചിട്ടാണ് പിരിയുന്നത്? 1907 സൂററ്റിൽ നടന്ന ഓൾ ഇന്ത്യ സെഷനിൽ വെച്ചിട്ടാണ് രണ്ടായി പിരിയുന്നത്. ടെമ്പററിലി വീക്കൻഡ് ദ ആക്ടിവിറ്റീസ് ഓഫ് ദ നാഷണൽ മൂവ്മെന്റ്. അങ്ങനെ ഇത് പിരിഞ്ഞതോടെ താൽക്കാലികമായി നാഷണൽ മൂവ്മെന്റിന്റെ ശക്തിയൊക്കെ കുറഞ്ഞു. ഹോം റൂൾ മൂവ്മെന്റ്സ്. ദ കോൺഗ്രസ് സപ്പോർട്ടഡ് ബ്രിട്ടൻ ഇൻ ദ ഫസ്റ്റ് വേൾഡ് വാർ വിത്ത് ദ ഹോപ്പ് ദാറ്റ് ഇന്ത്യ വുഡ് ബി ഗ്രാൻഡഡ് ഓട്ടോണമി ആഫ്റ്റർ ദ വാർ. ഫസ്റ്റ് വേൾഡ് വാറിൽ കോൺഗ്രസ് ബ്രിട്ടനെ സപ്പോർട്ട് ചെയ്തിരുന്നു. എന്തിനാണ് സപ്പോർട്ട് ചെയ്തത്? ഇതിന് ശേഷം നമുക്ക് അധികാരം ലഭിക്കും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് സപ്പോർട്ട് ചെയ്തത്. ഡ്യൂറിംഗ് ദിസ് ടൈം ദ ഹോം റൂൾ മൂവ്മെന്റ്സ് ലെഡ് ബൈ ആനി ബസന്റ് ആൻഡ് ബാൽ ഗംഗാധർ തിലക് കെപ്റ്റ് ദ നാഷണൽ മൂവ്മെന്റ് അലൈവ്. ഈ സമയത്ത് നാഷണൽ മൂവ്മെന്റിനെ സജീവമാക്കി വെച്ചിരുന്നത് ആനി ബസന്റും ബാൽ ഗംഗാധർ തിലകും സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഹോം റൂൾ മൂവ്മെന്റ് ആയിരുന്നു. ഇതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം. വെൻ വാസ് ദ ഫോർമേഷൻ ഓഫ് ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ്? എപ്പോഴായിരുന്നു ഓൾ ഇന്ത്യ മുസ്ലിം ലീഗിന്റെ ഫോർമേഷൻ? ഇൻ 1906 നെക്സ്റ്റ്, ഹൂ ഫോംഡ് ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ്? ആരാണ് ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ് ഫോം ചെയ്തത്? ആഗാ ഖാൻ ആൻഡ് നവാബ് സലീമുള്ള ഖാൻ ആയിരുന്നു. നെക്സ്റ്റ്, വാട്ട് ലെഡ് ടു ദ സ്പ്ലിറ്റ് ഇൻ ദ കോൺഗ്രസ്? കോൺഗ്രസ് സ്പ്ലിറ്റ് ചെയ്യാൻ കാരണം എന്തായിരുന്നു? വെൻ ദ നാഷണൽ മൂവ്മെന്റ് ബിക്കേം സ്ട്രോങ്ങർ വിത്ത് ദ അജിറ്റേഷൻസ് അഗെയിൻസ്റ്റ് ദ പാർട്ടീഷൻ ഓഫ് ബംഗാൾ ദർ വാസ് ഗ്രോയിങ് ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ ബിറ്റ്വീൻ ദ മോഡറേറ്റ്സ് ആൻഡ് ദ എക്സ്ട്രീമിസ്റ്റ്. അതായത് മോഡറേറ്റ്സും എക്സ്ട്രീമിസ്റ്റും തമ്മിൽ വളരെയധികം അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു. സോ ഇത് കാരണമാണ് സൂററ്റിൽ വെച്ച് നടന്ന ഓൾ ഇന്ത്യ സെഷൻ ഇൻ 1907 കോൺഗ്രസ് രണ്ടായി പിരിഞ്ഞത്. കെപ്റ്റ് ദ നാഷണൽ മൂവ്മെന്റ് അലൈവ് ഡ്യൂറിങ് ഫസ്റ്റ് വേൾഡ് വാർ. അതായത് ഒന്നാം സ്വാതന്ത്ര്യ സമര സമയത്ത് നാഷണൽ മൂവ്മെന്റിനെ സജീവമാക്കി, അലൈവ് ആക്കി വെച്ചിരുന്നത് എന്തായിരുന്നു? ഹോം റൂൾ മൂവ്മെന്റ് ലെഡ് ബൈ ആനി ബസന്റ് ആൻഡ് ബാൽ ഗംഗാധർ തിലക് കെപ്റ്റ് ദ നാഷണൽ മൂവ്മെന്റ് അലൈവ്. അപ്പോൾ ഇവർ സ്റ്റാർട്ട് ചെയ്ത ഹോം റൂൾ മൂവ്മെന്റ് ആണ് നാഷണൽ മൂവ്മെന്റിനെ സജീവമാക്കി നിലനിർത്തിയിരുന്നത്. ആനി ബസന്റ് ആരാണെന്ന് നോക്കാം. ദ ഐറിഷ് ലേഡി ഹു വാസ് അട്രാക്റ്റഡ് ടു ഇന്ത്യൻ കൾച്ചർ ആൻഡ് ടുക്ക് ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് ഇൻ 1893. അപ്പോൾ ഇന്ത്യൻ സംസ്കാരത്തോട് അട്രാക്റ്റഡ് ആയിട്ട്, ആകർഷിതമായിട്ട് 1893 ഇന്ത്യൻ സിറ്റിസൺഷിപ്പ്, അതായത് ഇന്ത്യൻ പൗരത്വം സ്വീകരിച്ച ഐറിഷ് ലേഡിയാണ് ആനി ബസന്റ്. ഷീ സ്റ്റാർട്ടഡ് ഹോം റൂൾ മൂവ്മെന്റ് ഇൻ 1916. 1916 ഇവർ ഹോം റൂൾ മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്തത്. നെയിം ദ ലേഡി ഹു സ്റ്റാർട്ടഡ് ഹോം റൂൾ മൂവ്മെന്റ് ഇൻ 1916. ആരായിരുന്നു? ആനി ബസന്റ് ആയിരുന്നു. നെക്സ്റ്റ് നോക്കാം. ലക്നൗ പാക്ട്. The Lucknow session of the Indian National Congress was held in 1916 when the Home Rule movements were active. Indian National Congressന്റെ ലക്നൗ സെഷൻ നടത്തിയത് 1916
ആ സമയത്ത് ഹോം റൂൾ മൂവ്മെന്റ് സജീവമായിരുന്നു, ആക്റ്റീവ് ആയിരുന്നു. ദ മോഡറേറ്റ്സ് ആൻഡ് എക്സ്ട്രീമിസ്റ്റ് ഹു സ്പ്ലിറ്റ് ഇൻ ദ സൂററ്റ് സെഷൻ ഡിസൈഡഡ് ടു ഗീവ് അപ്പ് ദെയർ ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ ആൻഡ് ജോയിൻഡ് ടുഗദർ. സൂററ്റിൽ വെച്ചിട്ട് മോഡറേറ്റ്സും എക്സ്ട്രീമിസ്റ്റും അഭിപ്രായ വ്യത്യാസം കാരണം കോൺഗ്രസിന് സ്പ്ലിറ്റ് ചെയ്തു എന്ന് കോൺഗ്രസ് സ്പ്ലിറ്റായി എന്ന് നമ്മൾ കണ്ടു അല്ലേ. അപ്പോൾ ലക്നൗ സെഷനിൽ വെച്ചിട്ട് മോഡറേറ്റ്സും എക്സ്ട്രീമിസ്റ്റും അവരുടെ അഭിപ്രായ വ്യത്യാസം മാറ്റി ഒരുമിച്ച് ചേരാൻ തീരുമാനിച്ചു. ദേ ഓൾസോ ഡിസൈഡഡ് ടു കോപ്പറേറ്റ് വിത്ത് ദ ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ് ഇൻ ദ ആന്റി ബ്രിട്ടീഷ് അജിറ്റേഷൻസ്. അതോടൊപ്പം ബ്രിട്ടീഷുകാർക്കെതിരായിട്ടുള്ള പ്രക്ഷോഭങ്ങളിൽ കോപ്പറേറ്റ് ചെയ്യാനും ഓൾ ഇന്ത്യ മുസ്ലിം ലീഗിനോടൊപ്പം നിൽക്കാനും ഇവർ തീരുമാനിച്ചു. ഇനി ഇവിടെ ഒരു സെമിനാറാണ്, അത് ദ ഗ്രോത്ത് ഓഫ് എക്സ്ട്രീം നാഷണലിസം, ആ ഭാഗങ്ങളിൽ നിന്ന് എടുത്ത് എഴുതുക. അതുപോലെ ദ അജിറ്റേഷൻസ് എഗെയിൻസ്റ്റ് ദ പാർട്ടീഷൻ ഓഫ് ബംഗാൾ, അജിറ്റേഷൻസ് എന്തൊക്കെയായിരുന്നു എന്ന് എഴുതുക. അങ്ങനെ എല്ലാം കൂടി ഒരുമിച്ച് ചേർത്ത് എഴുതിയ ഒരു സെമിനാർ പേപ്പർ ആവും. ഇതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം. വെൻ വാസ് ദ ലക്നൗ സെഷൻ ഓഫ് ദ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഹെൽഡ്? എപ്പോഴായിരുന്നു? ഇൻ 1916. വാട്ട് were the decisions taken in the Lucknow session of the Indian National Congress? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ലക്നൗ സെഷനിൽ എന്തൊക്കെയായിരുന്നു തീരുമാനങ്ങൾ എടുത്തത്? The moderates and extremists who split in the Surat session decided to give up their difference of opinion and joined together, and they also decided to cooperate with All India Muslim League in the anti-British agitations. അതായത് അവരുടെ ഒപ്പീനിയൻ ഡിഫറൻസ് കാരണം അവർ സൂററ്റ് സെഷനിൽ വെച്ചിട്ട് സ്പ്ലിറ്റ് ആയി. അങ്ങനെ സ്പ്ലിറ്റ് ആയവർ ഈ സെഷനിൽ വെച്ച് ഒരുമിച്ച് മൂവ് ചെയ്യാം എന്ന് തീരുമാനിച്ചു. അതോടൊപ്പം ഓൾ ഇന്ത്യ മുസ്ലിം ലീഗിനോടൊപ്പം കോപ്പറേറ്റ് ചെയ്തിട്ട് ബ്രിട്ടീഷുകാർക്കെതിരെ പ്രവർത്തിക്കാമെന്നും അവർ തീരുമാനിച്ചു. Finally, we came to an end of this chapter. Next, we will discuss about the let us assess activities. So till then, if you haven't yet subscribed, then please do subscribe.